അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ ചാനലിൽ മിക്കവാറും വീഡിയോകളുടെ എണ്ണം കുറവായിരിക്കും. ആഴ്ചയിൽ 2 എണ്ണം 1 എണ്ണം ഇതൊക്കെയാണ് എൻ്റെ ഒരു ഞാൻ പരമാവധി ശ്രമിച്ച് കൊണ്ടുവരാൻ നോക്കുന്നത്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആക്ച്വലി ചെയ്യണോ വേണ്ടത് ഇങ്ങനെ ആലോചിച്ച് കുറേ നേരം ഇരുന്ന് പിന്നെ ചെയ്തേക്കാന്ന് വെച്ചു. കാരണം ഒരു മെയിൻ ഫോൺ ആയതുകൊണ്ട് റിയൽമി GT6 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. GT6. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയണം. അതാണ് എനിക്ക് പ്രധാനമായിട്ടൊരു വീഡിയോ ചെയ്യാൻ തോന്നി. എന്തായാലും എനിക്കറിയാം ഈ ഒരു വീഡിയോ വലിയ രീതിയിലൊന്നും കയറാൻ പോകുന്നില്ല. കാരണം ഓൾറെഡി ആ ഫോൺ ലോഞ്ചായി, അതിൻ്റെ ആ ഒരു ഹൈപ്പ് ഓൾറെഡി തീർന്നു. ബട്ട് സ്റ്റിൽ എനിക്ക് നിങ്ങളിലേക്ക് ഇത് കാണുന്നവരിലേക്ക് ഒന്ന് എത്തിക്കണം എന്നൊരു ആഗ്രഹമുള്ളതാണ് കുറച്ച് കാര്യങ്ങൾ. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കൊപ്പോ അണ്ണൻ്റെ ഒരു ഫോൺ ഇറക്കിയായിരുന്നു, അതൊന്ന് വറക്കണം എനിക്ക്. F27 Pro എന്നാന്ന് തോന്നുന്നു. അതെ, അതിനെപ്പറ്റി കുറച്ച് പറയാനുണ്ട്. അപ്പോൾ ഈ 2 ഫോൺസിനെയും ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷൻ നോക്കാം. GT6ന്റെ ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്ന 6.67 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷൻ ഉള്ള ഒരു LTPO കർവ്ഡ് ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, 1600 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ഒക്കെ ഉണ്ട്. അപ്പം ഡിസ്പ്ലേ വൺ ഓഫ് ദ ബെസ്റ്റ്, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ഡിസ്പ്ലേയിൽ ഒന്നാണ്. Qualcomm Snapdragon 8s Gen 3 ചിപ്സെറ്റ് ആണ്. LPDDR5X ഉണ്ട്, UFS 4.0 ഉണ്ട്. പെർഫോമൻസ് ഡോപ്പ് ആണ്. Android 14 ആണ്. 50 മെഗാപിക്സൽ സോണിയുടെ LYT808 എന്ന് പറയുന്ന സെൻസറും 50 മെഗാപിക്സൽ JN5 ടെലിഫോട്ടോ ലെൻസും ആണ്. 8 മെഗാപിക്സലിന്റെ IMX355ന്റെ അൾട്രാ വൈഡും നമുക്ക് ഈ ഒരു ഫോണിലുള്ളത്. ഇനി 32 മെഗാപിക്സലിന്റെ സോണി IMX615 ആണ് ഫ്രണ്ട് ക്യാമറ. എക്സ്ട്രാ ഫീച്ചേഴ്സ് ആയിട്ട് Wi-Fi 6, NFC, Bluetooth 5.4, IP65 തുടങ്ങിയവ എല്ലാം ഉണ്ട്. 5500 mAh ബാറ്ററി, 120 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജറാണ് ഈ ഒരു ഫോണിലുള്ളത്. ഈ ഒരു ഫോണിന്റെ ബേസ് വേരിയന്റ് 8GB 256GB പ്രൈസ് 40,999 ആണ്. 40,999 രൂപ. അപ്പം സ്വാഭാവികമായിട്ട് ഇതൊരു പ്രൈസിംഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ഈ ഒരു പ്രൈസ് എനിക്ക് എന്താ പറയുക, ഒരു ഓക്കെ അല്ലെങ്കിൽ ഡീസെന്റ് എന്നേ പറയാനുള്ളൂ. അല്ലാതെ നമുക്ക് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാനോ ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് എന്നൊന്നും എനിക്ക് സബർദസ്ത് എന്നൊന്നും പറയാനില്ല, ജബർദസ്ത് പറയാനില്ല. പക്ഷേ ഇതിന്റെ ഓഫർ പ്രൈസ് എനിക്കൊന്ന് കാർഡൊക്കെ വെച്ച് 36 രൂപയ്ക്ക് കിട്ടും. അത് നൈസ് പ്രൈസ് ആണ്. അപ്പോൾ ഈ ഒരു ഫോണിനെ പ്രൈസ് വെച്ചൊന്ന് ജഡ്ജ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പാരലൽ ഉള്ളത് 12R ആണ്. OnePlus 12R വെച്ച് നോക്കുമ്പോൾ ഒരു പരിധി വരെ മിക്കതും ബെറ്റർ ഇതിലേക്കാണ്. അലൂമിനിയം ഫ്രെയിം ഉണ്ട് 12Rന്. അത് ഒഴിച്ച് ബാക്കി മിക്കതും GT6 ആണ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പോക്കോ F6 സ്വാഭാവികമായിട്ട് കുറെ പേര് പറയും 8s Gen 3 അല്ലേ ബ്രോ. അപ്പൊ അതിനേലും എങ്ങനെ അതിനകത്ത് 8s Gen 3 ആണെങ്കിൽ പോലും ഇവിടെ നമുക്ക് ക്യാമറ അഡ്വാൻറ്റേജ് ഒക്കെ കുറച്ചുകൂടെ ഉണ്ട്. ഇവിടെ കുറച്ചുകൂടെ ബെറ്റർ സെൻസർ ആണ്. പിന്നെ ക്യാമറ സിസ്റ്റം തന്നെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ആ ഒരു പ്രൈസ് ഗ്യാപ്പ് വരുന്നത്. പിന്നെ കുറച്ച് പ്രീമിയത്തിലാണ് അവർ വെച്ചേക്കുന്ന പ്രൈസ്, അത് നമുക്ക് അംഗീകരിച്ച് പറ്റുള്ളൂ. പിന്നെ കർവ്ഡ് ഡിസ്പ്ലേയും കൂടെ ആണ്. എനിക്കൊന്ന് F6 കർവ്ഡ് അല്ലെന്ന് തോന്നുന്നു. സോ ഇങ്ങനെ കുറച്ച് കേസുകെട്ടൊക്കെ ഉള്ളതുകൊണ്ട് അത് റേറ്റ് കൂടി ഒരു 41,000 41 കുറച്ച് കൂടുതലാണ്. 40 ആയിരുന്നെങ്കിലും നമുക്ക് ഓക്കെ എന്ന് പറയുന്നത്. പക്ഷേ ആ ബാങ്ക് ഓഫർ നൈസ്, കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് GT6ന്റെ അവസ്ഥ. ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ 40,000-ൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു ബെസ്റ്റ് ഫോണായിട്ട് തോന്നുന്നു. നിങ്ങൾക്ക് പിന്നെ iQ Neo 9 Pro ഉണ്ട്. ബഡ്ജറ്റ് കുറവുള്ളവർക്ക് Neo 9 Proയിലേക്ക് പോകാം. പിന്നെ GT6 അതായത് F6 ഗെയിമേഴ്സിന് GT60 എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നോർമൽ യൂസർ ബാലൻസ്ഡ് ആ ഒരു റേഞ്ച് ഒക്കെയാണ് GT60 നോക്കാം. ഇനി അതിനേലും കുറച്ചുകൂടെ പെർഫോമൻസ് ക്യാമറ ഒക്കെ നോക്കുന്നവർക്ക് Neo 9 Pro. ഇനി അതിനേലും ഒക്കെ ബെറ്റർ വേണ്ടവർക്ക് നിങ്ങൾക്ക് OnePlus 12R നോക്കുന്നതിനേലും ബെറ്റർ ആയിട്ട് ഇതിലേക്ക് നോക്കാം. ഇനി 12R എടുക്കണമെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ OnePlus എന്ന് പറഞ്ഞ 2 കാര്യം വെച്ച് മാത്രമേ 12R എടുക്കാൻ പറ്റുള്ളൂ. ക്യാമറ സിസ്റ്റം ഒക്കെ ആണെങ്കിലും ഇറ്റ്സ് ഗുഡ്, ബട്ട് അത് 11R വെച്ച് നോക്കുക അത്ര മികച്ചതായിട്ട് പറയപ്പെടുന്നില്ല. ഇതിന്റെ അത്യാവശ്യം മിക്ക കാറ്റഗറിയും അടിപൊളിയാണ് GT6ന്റെ. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അത്യാവശ്യം നല്ലൊരു ഫോണായിട്ട് തോന്നുന്നു. പ്രൈസ് കുറച്ചുകൂടെ ഡീസെന്റ് ആക്കുക. പിന്നെ ഇതിനകത്ത് വലിയ ക്യാച്ച് എന്ന് പറയുന്നത് ബിഗ് ബില്യൺ ഡേയ്സ് ആകുമ്പോൾ ഒരു 36-35 ചിലപ്പോൾ റിയൽമി അത് ഇടും, പറയാൻ പറ്റത്തില്ല. ഭാഗ്യമുണ്ട് 32-30 വരെ ഇട്ടെന്നിരിക്കാം. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിയൽമി എന്താ കാണിക്കാൻ പോകുന്നത് നോക്കാം. പിന്നെ GT60 ഒക്കെ ആണെങ്കിലും സെയിം. അപ്പോൾ റിയൽമി ആയതുകൊണ്ട് ആദ്യമേ കയറ്റി പ്രൈസ് ഇടും, പിന്നീട് കുറയ്ക്കും. പണ്ട് മാധവണ്ണൻ്റെ ഒരു ശ്ലോകം ഉണ്ടായിരുന്നു, ഞാൻ തന്നെ ഉണ്ടാക്കിയത്. അതായത് ഞങ്ങൾ പൈസ കൂട്ടി ഇറക്കും, പൈസ കുറച്ച് വിൽക്കും. അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളൂ GT6. ഇനി നമുക്ക് പറയാനുള്ളത് Oppo F27 Proനെ പറ്റിയാണ്. ഞാൻ ഇതിന്റെ സ്പെസിഫിക്കേഷൻ വായിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ഫോണിൽ കർവ്ഡ് ഡിസ്പ്ലേ ഉണ്ട്, AMOLED ഡിസ്പ്ലേ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ 28,000 രൂപ പ്രൈസ് ഉള്ള ഈ ഫോണിൽ 8 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ക്യാമറ, അത് ഫസ്റ്റ് ക്യാച്ച്. ക്യാമറയ്ക്ക് വേണ്ടി ഭയങ്കര എന്താ പറയുക യാതനകൾ അനുഭവിക്കുന്ന ഒരു കമ്പനിയാണ് ഒപ്പോയും ഒക്കെ. വിവോ അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ വിവോ അറ്റ്ലീസ്റ്റ് ഒരു സാധനത്തിന് ഒരു അതായത് കഴുത്ത് അറക്കുന്നതിന് ഒരു പരിധി വെച്ചാണ് അവരൊരു പ്രൈസ് ഇടുന്നത്. ഇത് ചുമ്മാ കൊള്ളയെന്ന് പറയാം, അത്രയ്ക്ക് കൊള്ളയായിപ്പോയി. 8 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ പോട്ടെ, ഇതിൽ എന്ത് തേങ്ങയാ ഉള്ളതെന്നുള്ളതാണ് ബെസ്റ്റ് ചോദ്യം.
ഇതിനകത്തൊന്നുമില്ല. ക്യാമറ സിസ്റ്റം വീക്ക്, റെയർ ക്യാമറ. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ IP69 എന്ന് പറഞ്ഞ ഒറ്റ ഗിമിക്കാണുള്ളത്. എൻ്റെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ, ഇവർ ഈ മാർക്കറ്റ് ചെയ്യുന്ന രീതി നിങ്ങൾ കണ്ടാൽ, വണ്ടിയുടെ മേളിൽ കയറ്റുന്നു, വെള്ളം തെറിപ്പിക്കുന്നു, എന്നൊക്കെ കാണിക്കുന്നു, എടുത്തെറിയുന്നു, നല്ല മാർക്കറ്റിങ്. പക്ഷേ നമ്മൾ ഫോൺ മേടിക്കുന്ന എറിഞ്ഞ് പൊട്ടിക്കാനല്ല, ഫോൺ വീഴുന്നത് ഒരു കേസ് കേട്ടാണ് സത്യം. വീണ് കഴിഞ്ഞ് പൊട്ടുന്ന ഡിസ്പ്ലേ മാറ്റുന്നതൊക്കെ റേറ്റ് കൂടുതൽ അവർ എല്ലാം അംഗീകരിക്കുന്നു. പക്ഷേ എറിഞ്ഞ് പൊട്ടിക്കാനല്ല ഫോൺ മേടിക്കുന്നത്. പക്ഷേ ഇവർ കാണിക്കുന്ന ടെസ്റ്റ് വെച്ച് നമുക്ക് എറിഞ്ഞ് പൊട്ടിച്ചാലും പൊട്ടത്തില്ല, ഒരിക്കലും അങ്ങനല്ല. ഇത് വളരെ കൺട്രോൾ എൻവയോൺമെന്റ് ടെസ്റ്റ് ചെയ്യുന്ന, ചിലതൊക്കെ ഡമ്മി ആയിരിക്കാം, നമ്മളെ പറ്റിക്കുന്നതായിരിക്കും. അത് ആദ്യത്തെ ഒരു കാര്യം. ഈ ഒരു ആഡ് കണ്ടിട്ട് റഗ്ഡ് ഫോൺ ആണെന്ന് പറഞ്ഞ് ഒന്ന് 27 Pro ഒന്നും എടുക്കരുത്, നിങ്ങൾക്ക് തന്നെ പാരയാവും. പെർഫോമൻസ് 7050 ഇത്രയ്ക്ക് നിലവാരം കുറഞ്ഞൊരു ചിപ്സെറ്റ് ആ പ്രൈസ് റേഞ്ചിൽ ഇല്ല. കാരണം 20,000 അത് നിലവാരം ഉള്ളതാണ്, അല്ലെ ഒരു 15,000 ഇപ്പോൾ അതിന്റെ നിലവാരം. ആ ഒരു സാധനം 27,000 രൂപയ്ക്ക് സത്യം പറഞ്ഞാൽ ഓഫ്ലൈൻ ആയതുകൊണ്ട് നമ്മളിത് വീഡിയോയിൽ പറയേണ്ട കാര്യമില്ല. പക്ഷേ ഈ IP69 എന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുന്നത്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഫോണിനെ പറ്റി മെൻഷൻ ചെയ്യുന്നത്. ബാക്കി സ്പെസിഫിക്കേഷൻസ് എല്ലാം താറുമാറാണ്, അതിലും ബെറ്റർ ആണ് വിവോ, അത്രേ ഉള്ളൂ. അതായത് നമ്മൾ തമ്മിൽ ഭേദം തൊമ്മെന്ന് പറഞ്ഞാൽ ഈ വിക്കോയാണ് ബെറ്റർ. അവരുടെ V30 അതൊക്കെ എനിക്ക് തോന്നുന്ന കുറച്ചുകൂടെ ഭേദമാണെന്ന് തോന്നുന്നു ഇതിനേലും. ഇത് എന്ത് തേങ്ങ ഇത് വെച്ചേക്കുന്നത് എനിക്കറിയത്തില്ല. ഇവരുടെ വിചാരം ഫോൺ മേടിക്കുന്നതിന് എല്ലാം ഒന്ന് നീന്തിക്കൊണ്ടിരിക്കുക, അതും ഫോണുമായിട്ട്. പിന്നെ വാട്ടർ ഫോട്ടോഗ്രാഫി നടത്തുമല്ലേ, എന്നൊക്കെ പറയാനാണ്. IP69 കൊള്ളാം, 9 റേറ്റിംഗ് ആണ് വാട്ടറിനുള്ളത്, നല്ലതാ. അതായത് എന്നായിരുന്നു, ജെറ്റ് സ്പ്രേ വെച്ച് വെള്ളം തെറിപ്പിച്ചാലും കുഴപ്പമില്ല ഫോണിന്. എന്ത് കാര്യം, നിങ്ങൾക്ക് മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിനകത്ത് 2-3 ആപ്പ് ഇട്ട് ഓടിക്കുമ്പോൾ തന്നെ അത് ചെറിയ ലാഗിലേക്ക് വരും, അതാണ് ഒരു സംവിധാനം. പിന്നെ ഒപ്പോ ഈസ് ഫേമസ് ഫോർ ക്യാമറ എന്ന്, ഇതിൻ്റെ ക്യാമറ തന്നെയാണ് ഏറ്റവും വലിയ ഡൗൺ സൈഡ്. അപ്പം റഗ്ഡ് ഫോൺ എന്തിനാണ് കൊപ്പോ ഇറക്കുന്നത്? നിങ്ങൾ വലിയ ബ്യൂട്ടിഫിക്കേഷനും സെൽഫിയും വെളുത്ത ഫ്രണ്ട് സെൽഫീസ് ഫോട്ടോസ് കിട്ടുന്ന ഫിൽറ്റേഴ്സ് ഒക്കെ ഉള്ള ക്യാമറ ഇറക്കുന്നവരല്ലേ. നിങ്ങൾ എന്തിനാണ് റഗ്ഡ് ഫോൺ ഇറക്കുന്നത്? പണ്ട് വേറെ കാറ്റർപില്ലറൊക്കെ അങ്ങനത്തെ ഫോണൊക്കെ ഇറക്കാറുണ്ട്. പിന്നെ ചില നോക്കിയയുടെ കുറച്ച് റഗ്ഡ് ഫോൺസ് ഉണ്ട്. എന്തിനാണ്? അപ്പോൾ ദയവ് ചെയ്ത് അത് മേടിക്കരുത്. നീ ഇതിന് ഫാൻസ് കാണുമായിരിക്കും, ഫാൻസ് മേടിച്ചോട്ടോ, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് വേണം കമൻറ്റും ചെയ്യാൻ, ഒരു കുഴപ്പമില്ല. പക്ഷേ പേഴ്സണലി ഡോണ്ട് ബൈ. ഈ വർഷത്തേക്കുള്ള ഡോണ്ട് ബൈ ലിസ്റ്റിനകത്തുള്ള അടുത്ത ഫോൺ ഇത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള പറയാൻ. പുതിയൊരു വീഡിയോ എല്ലാവർക്കും